അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1405 സൂറത്തുർ റഅദ് 12-13 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. هو الله تعالى الذي ഒരുനാഥനാണ്. യുരീക്കുമുൽ ബർഖ, അവൻ നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നു. ഖൗഫൻ, ഭയമായ നിലക്കും, വതമഅൻ, ആശയായ നിലക്കും. വയുൻശിഉ സഹാബ സിഖാൽ, ഭാരമേറിയ ജലമേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, കാർമേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വയുസബ്ബിഹു റഅദു ബിഹംദിഹി, മിന്നൽ പിണർ, ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. വൽ മലായിക്കത്തു, മലക്കുകളും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മിൻ ഖീഫത്തിഹി, അവനെ ഭയപ്പെട്ടുകൊണ്ട്. വയുർസിലു സവാഇഖ, അവൻ ഇടിത്തി അയക്കുകയും ചെയ്യുന്നു. ഫയുസീബു ബിഹാ മൻ യശാഉ, എന്നിട്ട് ആ ഇടിത്തി അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഏൽപ്പിക്കുന്നു. വഹും യുജാദിലൂന ഫില്ലാഹി, ആ ജനങ്ങളാവട്ടെ അവർ അള്ളാഹുവിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴും. ആ സമയത്ത് ഇടിത്തി അവരെ അള്ളാഹു തആല ഏൽപ്പിക്കുന്നു. വഹുവ ശദീദുൽ മിഹാൽ, അവൻ ശക്തമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു തആല സൂചിപ്പിച്ചുവല്ലോ, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹ്, അള്ളാഹു ആർക്കെങ്കിലും എന്തെങ്കിലും ശിക്ഷ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവന്റെ അടിമകളെ ഭയപ്പെടുത്തി അറിയിച്ചപ്പോൾ വേറെയും ചില അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെയും കഴിവിന്റെയും ശക്തിയുടെയും തെളിവുകളും അവന്റെ പ്രവർത്തനങ്ങളുടെ ഭദ്രതയും അള്ളാഹു തആല തെളിയിക്കുന്ന ചില സൂക്തങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ ഒരേ സമയം അത് അനുഗ്രഹമായും അതേസമയം തന്നെ അത് ശിക്ഷയായും വരാവുന്ന ഒരു കണ്ടീഷൻ, ആ കണ്ടീഷനിൽ പ്രകൃതിയിൽ അള്ളാഹു തആല ചില കാര്യങ്ങൾ സംവിധാനിക്കുന്നു. ഇടിമിന്നൽ, യുരീക്കുമുൽ ബർക്ക, മിന്നൽ പിണറിനെ അള്ളാഹു ഹുവല്ലദി യുരീക്കുമുൽ ബർക്ക, മിന്നൽ പിണറിനെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നവനാണ്. ഖൗഫൻ വ തമഅൻ, ഭയം ആയ നിലക്കും അതേപോലെ തന്നെ ആഗ്രഹം ആയ നിലക്കും. ഭയവും ആശയും ആശങ്കയും രണ്ടുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മിന്നൽ പിണറിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം, മിന്നൽ പിണർ കാണുമ്പോൾ ഒരു മഴയുടെ ലക്ഷണം കാണുന്നുവല്ലോ എന്ന് സ്വാഭാവികമായും ചിലർക്കെങ്കിലും തോന്നൂലേ? ചിലരെങ്കിലും ചിന്തിക്കുമല്ലോ. എന്നാൽ ആ ചിന്തിക്കുന്ന ജനങ്ങളിൽ രണ്ടു വിഭാഗം ആളുകളുണ്ടാകും. ഒരു കൂട്ടം ആളുകൾ ശക്തമായ മഴ ലഭിച്ചെങ്കിൽ എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർ. അവർക്ക് മഴയുടെ ലക്ഷണം വരുന്നു എന്നറിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ടാകും. അതേസമയത്ത് വേറെ ചില ആളുകൾ, അവര് യാത്രയിലോ മറ്റോ ഉള്ള ആളുകളാണെങ്കിലോ, യാത്രയുടെ സമയത്ത് മഴ പെയ്താൽ ആകെ വിഷമിക്കുമല്ലോ, അതുകൊണ്ട് മഴയൊന്ന് മാറി നിന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ? അപ്പൊ അവരുടെ മുന്നിൽ, യാത്രക്കാരുടെ മുന്നിൽ മഴ ഒരു ഭീഷണിയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ അവർക്ക് മിന്നൽ പിണർ കാണുമ്പോൾ ഭയം തോന്നും. എന്നാൽ നാട്ടിലുള്ള ആളുകൾ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് മിന്നൽ പിണർ കാണുമ്പോൾ ഇന്നെന്തായാലും മഴ പെയ്യുമായിരിക്കും, പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കും. ഇനി തിരിച്ചുണ്ടാവാം, യാത്രയിലുള്ള ആളുകൾക്ക് എന്തുണ്ടാവാം, യാത്രക്കാർക്ക് ചിലപ്പോൾ അത് ഗുണമായിരിക്കാം. എന്ന് പറഞ്ഞാൽ യാത്രയിൽ ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ
കുടിക്കാൻ പോലും വെള്ളമല്ല. അപ്പൊ മഴ പെയ്താൽ കുറച്ച് വെള്ളം കിട്ടിയേനെന്ന് യാത്രയിൽ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അവന് ഈ മിന്നൽ പിണർ എന്തായിട്ട് അനുഭവപ്പെടും? സന്തോഷമായിട്ട് അനുഭവപ്പെടും. അതേസമയത്ത് വിത്ത് ഉണക്കാനിട്ടിരിക്കുന്നയാള്, അതേപോലെ തന്നെ വിറക് ഉണക്കാൻ വിട്ടിരിക്കുന്നയാള്, മറ്റു പല ഓരോ സാധനങ്ങൾ ജോലികൾ ചെയ്തു വെച്ച്, ഇപ്പൊ സിമന്റ് ഇട്ടൊരു സ്ഥലം അതൊന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് വലിയണം, അതുവരെ വെള്ളം തട്ടിയാൽ പ്രശ്നമാണ്, അതിന്റെ ഉറപ്പ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു വീട് വാർത്ത് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ വാർത്തിട്ടു, അതേ സമയത്ത് അപ്പൊ തന്നെ അതിൽ നിന്ന് മഴ വന്നാൽ തടയാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെക്കുന്നതിന് മുമ്പ് മിന്നൽ പിണറുണ്ടായാൽ അയാൾക്ക് എന്താവും? പഠിച്ചോനെ, ഇന്നിപ്പോ ഈ വാർത്ത ഈ കെട്ടിടത്തിന്റെ വാർപ്പ് മുഴുവനും മഴ പെയ്താൽ ഒലിച്ചു പോകുമല്ലോ, സിമന്റ് ഒന്നും ഉറച്ചിട്ടില്ലല്ലോ, സെറ്റായിട്ടില്ലല്ലോ എന്ന് ബേജാറുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്കും എന്തുണ്ടാവാം? ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാം. അപ്പൊ ഈ മിന്നൽ പിണർ കാണുമ്പോൾ മഴ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, ആ ചിന്തിക്കുന്ന മനുഷ്യന് ഒരേ സമയം ചിലർക്കത് സന്തോഷമായിരിക്കാം, മറ്റു ചിലർക്കത് പ്രയാസം ഉണ്ടാക്കാം. അതാണ് ആശങ്കയും ആശയുമായിട്ട് മിന്നൽ പിണറിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നവനാണ് അല്ലാഹു. വയുൻഷിഉ സഹാബസ്സിഖാൽ, ഭാരമേറിയ മേഘങ്ങളെ അഥവാ ജലമേഘങ്ങൾ, മഴ വർഷിക്കാൻ ആവശ്യമായിട്ടുള്ള മേഘങ്ങൾ, ആ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുന്നു. ഭാരമേറിയ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള കാർമേഘം, ആ കാർമേഘത്തെയും അവൻ ഉണ്ടാക്കുന്നു. ഇത് പ്രകൃതിയിൽ. എന്നിട്ട് ആ കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടി മഴയായി നമ്മിലേക്ക് വർഷിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ തെളിവാണ് എന്നർത്ഥം. മറ്റൊരു ടീമും അത് അവകാശപ്പെടുന്നില്ല. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി, റഅദ് അതായത് ഇടിനാദം ഒരർത്ഥാണ്. ഇടിനാദം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ റഅദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന സംബന്ധമായി 4 വീക്ഷണങ്ങൾ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, റഅദ് എന്ന് പറഞ്ഞാൽ ഇടിനാദം എന്ന് തന്നെ. അപ്പൊ ഇടിനാദം തന്നെ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചൊല്ലുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്താ കാരണം? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഓരോ വസ്തുക്കളും അള്ളാഹുവിന് അതിന്റേതായ ഭാഷയിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇടിനാദവും എന്ത് ചെയ്യും? തസ്ബീഹ് ചൊല്ലും. അപ്പൊ അങ്ങനെ തന്നെ നേരെ ചൊവ്വേ ആ വാക്കിന്റെ അതേ അർത്ഥം തന്നെ നേരെ നമ്മൾ മൊഴിമാറ്റി പറഞ്ഞാൽ കിട്ടുന്ന അർത്ഥം തന്നെയാണ് അവിടെ ഉദ്ദേശം എന്നാണ് ഒരു അഭിപ്രായം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം ഇവിടെ. ഇബ്നു കസീർ അത് ഉദ്ധരിക്കുന്നു. ഇന്നല്ലാഹ യുൻഷിഉ സഹാബ ഫയുൻതിഖു അഹ്സനൻ നുത്ഖി വയൽഹഖു അഹ്സനൽ ലഹ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങളെ ഉണ്ടാക്കുന്നു, എന്നിട്ട് നന്നായി സംസാരിക്കുകയും നന്നായി ചിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ ഈ മേഘങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? വൽ മുറാദു ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, അതിന്റെ ഉദ്ദേശം വല്ലാഹു അലം അന്ന നുത്ഖഹർ റഅദു, ഇടിനാദമാണ് ആ മേഘത്തിന്റെ സംസാരം. വലഹഖഹൽ ബർഖു, മിന്നൽ പിണറാണ് അതിന്റെ ചിരി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആലങ്കാരികമായി ചിരി, അതേപോലെ തന്നെ ഇടിനാദം എന്നൊക്കെ പറയുന്നത് ഈ മേഘത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യേക പ്രതിഭാസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേഘം തന്നെ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചൊല്ലുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്, അവിടെ യുസബ്ബിഹുർ റഅദു എന്ന് പറഞ്ഞാൽ സാമിഉർ റഅദീനാണ്. ഇടിനാദം കേൾക്കുന്ന ആളുകൾ തസ്ബീഹ് ചൊല്ലുന്നു. ഇപ്പൊ നമുക്ക് ഇടിവെട്ടുന്ന സമയത്ത്, ഇടിനാദം കേൾക്കുന്ന സമയത്ത് സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അவ்விധം ചൊല്ലിയതായിട്ടും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അത് കേൾക്കുന്നയാള് തസ്ബീഹ് ചൊല്ലും. ഇടിനാദം കേൾക്കുന്നയാള്, മിന്നൽ പിണർ കാണുന്നയാള്, ആ സമയത്ത് അവർ തസ്ബീഹ് ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇവിടെ വയുസബ്ബിഹുർ റഅദു എന്ന് പറഞ്ഞാൽ. റഅദ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാമിഉർ റഅദീൻ ഒരു മുലാഫ് കൂട്ടിക്കൊടുക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കളിൽ ചിലർ വിശദീകരിച്ചു. അപ്പൊ ഒരഭിപ്രായം അതാണ്, എന്ത്
യുസബ്ബിഹു റാഅദു വെച്ചാൽ രണ്ടാമത്തെ. ഒന്നാമത്തെ അഭിപ്രായം മേഘം തന്നെ, മിന്നൽ പിണർ തന്നെ അല്ലെങ്കിൽ ഇടിനാദം തന്നെ തസ്ബീഹ് ചൊല്ലുന്നുവെന്ന്. രണ്ടാമത്തേത് ഇടിനാദം കേൾക്കുന്ന ആളുകൾ തസ്ബീഹ് ചൊല്ലുന്നുവെന്ന്. മൂന്നാമത്തെ അഭിപ്രായം റാഅദ് എന്ന് പറഞ്ഞാൽ ഹുവ മലക്കുൻ മുവക്കലും ബി സഹാബി, മേഘം കൊണ്ട് മേഘത്തെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നാണ്. അപ്പൊ മലക്കിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞത്, റാഅദ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിലുണ്ട്, സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റാഅദി, റാഅദിനെ സംബന്ധിച്ച് ഇടിനാദത്തെ സംബന്ധിച്ച് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. അതായത് യുസബ്ബിഹു റാഅദു എന്ന് പറഞ്ഞ ആ റാഅദിനെ പറ്റി. ഫഖാല, അപ്പൊ തങ്ങൾ പറഞ്ഞു മലക്കുൻ മുവക്കലും ബി സഹാബി, മേഘം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണത് എന്ന്. അപ്പൊ യുസബ്ബിഹു റാഅദു എന്ന് പറഞ്ഞാൽ മേഘം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് തസ്ബീഹ് ചൊല്ലും എന്നാകും അർത്ഥം. നാലാമത്തെ ഒരു അഭിപ്രായം പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി തങ്ങൾ വിശദീകരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാലാമത്തെ അഭിപ്രായം മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ഉരസലിൽ നിന്ന് പ്രകടമാകുന്ന ശബ്ദം എന്നാണ് റാഅദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ശരി, ഈ നാലഭിപ്രായം സ്വീകരിച്ചാലും ഇവകളിൽ നിന്നെല്ലാം തസ്ബീഹ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതികളും സ്വഭാവങ്ങളും ഉണ്ട് എന്ന് കാണാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിനാദം നൽകുമ്പോൾ ആ ഇടിനാദത്തിന്റെ ഉള്ളിൽ നിന്ന് പടച്ചോനെ ഇത് നന്മക്ക് വേണ്ടിയുള്ളതാണോ, സമൃദ്ധമായ മഴ പെയ്യിപ്പിച്ച് ഭൂമി സജീവമാക്കാനുള്ള അനുഗ്രഹത്തിന്റെ മഴയുടെ സന്ദേശമായിട്ടാണോ, അതല്ല ചില ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത ശിക്ഷ ഇറക്കിയതിന്റെ രേഖയായിട്ട് വന്നിട്ടുള്ളതുപോലെയുള്ള ശിക്ഷയുടെ ഭാഗമാണോ എന്ന ചിന്ത വരും. അതുകൊണ്ട് തന്നെ ഇടിനാദം കേൾക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. ഹദീസിൽ കാണാം, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇദാ സമിഅ അർ-റഅദ വസ്സവാഇഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടിനാദമോ അല്ലെങ്കിൽ ഇടിത്തിയോ അതിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് ഖാല, തങ്ങൾ പറയും, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബല ദാലിക, പടച്ചോനെ നിന്റെ ദേഷ്യം കാരണത്താൽ ഞങ്ങളെ നീ കൊന്നുകളയല്ലേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നാശത്തിലാക്കല്ലേ, അതിനു മുമ്പ് ഞങ്ങൾക്ക് സൗഖ്യം തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അതേപോലെ ഈ ഇടിനാദം കേൾക്കുന്ന സമയത്ത് സുബ്ഹാന മൻ യുസബ്ബിഹു റാഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്ന് ദുആ ചെയ്യാറുമുണ്ട്. അതങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. കാരണം ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇദാ സമിഅ്തുമുർ റാഅദ, നിങ്ങൾ ഇടിനാദം കേൾക്കുമ്പോൾ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. കാരണം ഫഇന്നഹു ലാ യുസീബു ദാക്കിറ, ഇടിനാദം കൊണ്ടുണ്ടാകാവുന്ന ദുരിതങ്ങൾ അത് ദിക്ർ ചൊല്ലുന്നയാളെ ബാധിക്കുകയില്ല, അവനത് ഏൽക്കൂല. അപ്പൊ അതുകൊണ്ട് ദിക്ർ ചൊല്ലണം. അതുകൊണ്ട് ഇടിനാദം കേൾക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലുക എന്നത് നബിതങ്ങളുടെ നിർദ്ദേശത്തിലുള്ളതാണ്. അത് തന്നെയാണ് അത് കേൾക്കുന്ന സമയത്ത് തസ്ബീഹ് ചൊല്ലുക എന്ന വ്യാഖ്യാനത്തിന്റെ പൊരുൾ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനരായ ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തക്സൂറു സവാഇഖു ഇൻദ ഖിറാബി സാഅ, അന്ത്യനാളിനോടനുബന്ധിച്ച് ഇടുത്തി വരുന്നത് ധാരാളമായി വർദ്ധിക്കും. ഹത്താ യഅതി റജുലു പിന്നെ അൽ ഖൗമ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ ഒരു ഇടി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ തന്റെ സമൂഹത്തിന്റെ അടുത്തേക്ക് വരും. ഫയഖൂൽ, എന്നിട്ട് അദ്ദേഹം ചോദിക്കും, മൻ സഅഖതിൽകുമുൽ ഗദാത്ത്, ഇന്ന് പ്രഭാതത്തിൽ ആർക്കൊക്കെയാണ് പിന്നെ ഇടുത്തി കൊണ്ട് നാശമുണ്ടായത് എന്ന് ചോദിക്കും. ഫയഖൂലൂൻ, അപ്പൊ അവർ പറയും, സഅഖ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ, ഇന്ന ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് നാശമുണ്ടായിട്ടുണ്ട്, മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിനാദം കേൾക്കുന്ന സമയം ഇത് അള്ളാഹുവിന്റെ ശിക്ഷ ആയേക്കല്ലേ എന്ന ഒരു പ്രതീക്ഷയോടുകൂടെ, അല്ലെങ്കിൽ ആവാതിരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടെ, അഥവാ അത് ശിക്ഷ ആയേക്കുമോ എന്ന ആശങ്കയോടുകൂടെ അള്ളാഹുവിന്റെ ദിക്റിലേക്കും അവന്റെ സ്മരണയിലേക്കും ഒഴുകുക എന്നത് അത് മനുഷ്യന്റെ ബാധ്യതയായി കാണണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇവിടെ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് വയുസബ്ബിഹു റാഅദു ബിഹംദിഹി, ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മിൻ ഖീഫത്തിഹി, അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ. വയുർസിലു സവാഇഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിത്തികളെ അയക്കുകയും ചെയ്യുന്നു. ഫയുസീബു ബിഹാ മൻ യശാഉ, എന്നിട്ട് ആ ഇടിത്തി അവൻ ഉദ്ദേശിക്കുന്നവരെ ഏൽപ്പിക്കുന്നു വെച്ചാൽ ആ ഇടിത്തി കൊണ്ടുണ്ടാകുന്ന ദുരിതം അതവന് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു തആല അത് എത്തിച്ചു കൊടുക്കും.
അപ്പൊ ആ ഇടിത്തി കാരണം നാശം അവർക്ക് സംഭവിക്കുമെന്നർത്ഥം. വഹും യുജാദിലൂന ഫില്ലാഹി, അവർ അള്ളാഹുവിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കെ, അതായത് ഈ ഇടിത്തി വരുന്ന സമയത്തും അള്ളാഹു ഇല്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന് കഴിയില്ല, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കാൻ പറ്റൂല എന്നിങ്ങനെ പടച്ച തമ്പുരാനെ പറ്റി അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ആയിരിക്കും പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇவ்விധം ശിക്ഷയുടെ രൂപത്തിൽ ഇടിത്തി നൽകുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ വിവിധ ചരിത്രങ്ങൾ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്നോണം വിവിധ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ദുക്കിറ ലനാ അന്ന റജുലൻ അൻകറൽ ഖുർആന വകദ്ദബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കുകയും ഖുർആനിനെ നിരാകരിക്കുകയും ചെയ്ത ഒരാൾ, ആ ഖുർആനെ നിരാകരിച്ചും നബി സല്ലല്ലാഹു തങ്ങളെ കളവാക്കിയും ഒരാൾ സംസാരിച്ചപ്പോൾ അവന് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിത്തിയിറക്കുകയും അവനെ നശിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഈ ആയത്തിറങ്ങുന്നതിന്റെ പശ്ചാത്തലമായി വിവിധ സംഭവങ്ങൾ മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവം ഇബ്നു കസീർ പറയുന്നത്, ആമിർ ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യനും അർബദ് ഇബ്നു റബീഅ എന്ന് പറയുന്നയാളും രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടുത്ത വിരോധം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നിട്ടും അവർ രണ്ടുപേരും മദീനയിൽ വന്നു, നബി തങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് അവർ ഒരു വിലവേശൽ നടത്തി. എന്താണ്? ഫസഅലാഹു, നബി തങ്ങളോട് അവർ രണ്ടുപേരും ചോദിച്ചു, അൻയജഅല ലഹുമാ നിസ്ഫൽ അംരി. ഈ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു തങ്ങൾക്ക് ഇപ്പോൾ വലിയ പവർ നൽകിയിട്ടുണ്ടല്ലോ അള്ളാഹു, അതിന്റെ ഒരു പകുതി എന്ന് പറഞ്ഞാൽ നബി എന്ന സ്ഥാനത്തിന്റെ പകുതി നിങ്ങൾ എടുത്തോളി, ബാക്കി പകുതി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, പപ്പാതി ആയാലും വീതിച്ചു തരണം, എന്നാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കാം. അങ്ങനെ നമുക്കൊരു ഐക്യമുന്നണിയായിട്ട് പ്രവാചകത്വം ഷെയർ ചെയ്ത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം എന്നവർ നബി സല്ലല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഫഅബാ അലൈഹിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിസമ്മതിച്ചു. കാരണം എന്താ, പ്രവാചകത്വം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സ്ഥാനങ്ങൾ ഓരിവെക്കണ പോലെ എന്തല്ല, അതും ഓഹരിവെക്കേണ്ട സാധനമല്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹരായ ആളുകളെ അവൻ സെലക്ട് ചെയ്യുന്നതാണ്. ആ സെലക്ഷന്റെ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമവും ശരിയാവില്ല, അത് വിജയിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആമിർ ഇബ്നു തുഫൈൽ എന്ന മനുഷ്യൻ പറഞ്ഞു, എന്നാലേ നിങ്ങൾക്ക് കേൾക്കണോ, ഞാന് ഇവിടെ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എല്ലാ സാമ്രാജ്യത്വവും തകർത്ത് ഞാനിവിടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഞാനിവിടെ വിരാജിക്കും, ഞാനിവിടെ ഭരണം നടത്തും എന്നൊക്കെ അവനങ്ങ് വെല്ലുവിളിച്ചപ്പോ നബി സല്ലല്ലാഹു തങ്ങൾ ആമിർ ഇബ്നു തുഫൈലിനോട് പറഞ്ഞു, യഅ്ബല്ലാഹു അലൈക ദാലിക, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിന് അവസരം നൽകില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അതിന് സമ്മതിക്കില്ല. അതേപോലെ തന്നെ അബ്നാഉ ഖൈലയുടെ സന്താനങ്ങൾ ചാൽ മദീനക്കാരായ സഹാബികളുടെ ആ വിഭാഗത്തിൽ നിന്ന് എന്തുണ്ടാവില്ല, ഇപ്പറഞ്ഞ വിധത്തിനൊരു സപ്പോർട്ടും നിനക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ട്രാപ്പിലാക്കി അധികാരം ഷെയർ ചെയ്യാമെന്ന ധാരണ അത് വിജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആമിർ ഇബ്നു തുഫൈലും അതേപോലെ തന്നെ അർബദ് ഇബ്നു റബീഅയും നബി തങ്ങളുടെ അടുത്ത് നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് രണ്ടുപേരും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ കൊല്ലാനുള്ളൊരു തീരുമാനമെടുത്തു. അതായത് ഒരാൾ പറഞ്ഞു മറ്റേയാളോട്, എന്താ പറഞ്ഞത്, ഞാൻ വാള് ഊരി റെഡിയായി നിൽക്കും റസൂലുള്ളാഹിന്റെ പിന്നില്. അപ്പൊ നബിതങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ നിങ്ങൾ എന്തു ചെയ്യണം, നബിതങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്താവും, നിങ്ങൾ ആ സംസാരത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ നബിതങ്ങളെ വെട്ടിയിട്ട് കൊലപ്പെടുത്താം. അപ്പൊ അതോടുകൂടെ നമുക്ക് പിന്നീട് ഈ അധികാരം നമ്മുടെ കയ്യിലേക്ക് വരുത്താം, അതിന് നമുക്ക് കുറെ ആളുകളുടെ സപ്പോർട്ട് നേരത്തെ തന്നെ റെഡിയാക്കാം എന്നൊക്കെ അവർ രണ്ടുപേരും സംസാരിച്ചു. അങ്ങനെ അവർ നേരെ തിരിച്ച് നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്തേക്ക് വരികയും ഒരാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്ത്, അത് നമുക്കൊന്നിങ്ങനെ നടക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുന്നേറ്റ് കൂടെ നടക്കാം. അങ്ങനെ നടക്കുക എന്ന വ്യാജേന നബി തങ്ങളോട് സംസാരിച്ച് തങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ആ സമയത്ത് മറ്റേയാൾ വെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹമാഹുല്ലാഹു മിൻഹുമാ വഅസമഹു. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അവരിൽ നിന്ന് സംരക്ഷിച്ചു. അതായത് വാള് ഉറയിൽ നിന്ന് ഊരാൻ വേണ്ടി ഒരാൾ അവന്റെ വാള് ഉറയിൽ നിന്ന് ഊരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവന്റെ കൈയിന്റെ ചലനശേഷി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അവസ്ഥയുണ്ടാവുകയും പിന്നെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് രണ്ടുപേരും അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ എന്താണ് റസൂലുള്ളാഹിനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഫഖറജ മിനൽ മദീനത്തി ഫന്തലഖ, അവർ രണ്ടുപേരും മദീനത്ത് നിന്ന് പുറത്തിറങ്ങി പോവുകയും അറബി ഗോത്രങ്ങളിലെ ആളുകളുടെ അടുത്തുകൂടെ ജനങ്ങളൊക്കെ സംഘടിപ്പിക്കണം നബി തങ്ങളോട് എതിർക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടെ വരികയും ചെയ്തു. അങ്ങനെ അവരവരുടെ ഈ തെറ്റായ പ്രവർത്തനത്തിന് ആളെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഫർസൽ അല്ലാഹു അല അർബദ് ബിൻ റബീഅയുടെ മേലിൽ അല്ലാഹു തആല അയച്ചു സഹാബത്തൻ ഫീഹാ സായിഖത്തുൻ ഫഹറഖതുഹു, തീയുള്ള ഒരു ഇടിനാദം അവന്റെ നേരെ അല്ലാഹു അയക്കുകയും അത് അവനെ കരിച്ചു കളയുകയും ചെയ്തു. എന്നാൽ ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു തരം രോഗം ബാധിച്ചു. ആ രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില പ്രത്യേക ഗ്രന്ഥികൾ ഉണ്ടാവുകയും അത് അസഹ്യമായ വേദനകളും മറ്റും സമ്മാനിച്ചുകൊണ്ട് ദുരിതത്തിലായി ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്നൊരു സംഭവം അതേപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെ ലംഘിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിച്ചും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ശിക്ഷകൾ ഇടുത്തിയുടെ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അതാണ് വയുർസിലു സവായിഖ, ഇടുത്തി അല്ലാഹു അയക്കും, ഫയുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവനത് ഏൽപ്പിക്കുകയും ചെയ്യും. ഏൽപ്പിക്കും പറഞ്ഞാൽ ആ ഇടുത്തി അവരെ ബാധിക്കുന്ന അർത്ഥം, അവർ ശരീരത്തിൽ വന്നത് പതിക്കും. വഹും യുജാദിലൂന ഫില്ലാഹി, അവർ അല്ലാഹുവിനെ പറ്റി തർക്കിച്ചുകൊണ്ടിരിക്കെ വഹുവ ശദീദുൽ മിഹാൽ, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അപ്പൊ അള്ളാഹുവിനെയും നബിതങ്ങളെയും വെല്ലുവിളിച്ചവർക്ക് ആത്യന്തികമായി പരാജയം തന്നെയാണ് ഫലം എന്ന് അള്ളാഹു ഉണർത്തുന്നു. അള്ളാഹു നമ്മളെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.